ഹലോ ഗായ്സ്, ഞാൻ നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. ഞാൻ ഈ ഫേസ് പാക്ക് മിനിമം ട്വൈസ് ഇൻ എ വീക്കെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ബിക്കോസ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഫേസിൽ ഭയങ്കര മാറ്റമുണ്ട്. ഫേസിലെ ഡൾനെസ് അതൊക്കെ പോവും. പിന്നെ ഞാനിതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. ഇത് മഞ്ഞൾപ്പൊടിയാണ്. നിങ്ങൾക്കിനി വീട്ടിൽ പൊടിച്ച മഞ്ഞൾ, സാധാ മഞ്ഞൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൊടിപ്പിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങുന്നതാണ്. പിന്നെ ഇത് രക്തചന്ദനത്തിൻ്റെ പൊടി, ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങുന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് നിർമ്മലിൻ്റെ ഇതാണ് ഞാൻ ഉപയോഗിക്കാറ്. ഇത് ഞാൻ മറ്റേ ബിസ്മി ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതാണ്. അവിടെ നിന്ന് എനിക്ക് കിട്ടാറുണ്ട് രക്തചന്ദനത്തിൻ്റെ പൊടി. ഇത് ഓട്സ് മിക്സിയിലൊന്ന് അടിച്ച് എടുക്കുന്നതാണ്, ഒരു അല്പം ഓട്സിൻ്റെ പൗഡർ. പിന്നെ ഇത് കസ്തൂരി മഞ്ഞളുടെ പൊടി, ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണ്. ഇതും നിർമ്മലിൻ്റെ തന്നെ ബിസ്മിയിൽ നിന്ന് വാങ്ങിയതാണ്. നിർമ്മലിൻ്റെ കസ്തൂരി മഞ്ഞളുടെ പൗഡറാണ്. പിന്നെ ഇത് കടലമാവ്, ഞാനങ്ങനെ ബ്രാൻഡ് നോക്കാറില്ല, നല്ലത് നോക്കിയിട്ട് എടുക്കും. പിന്നെ ഇത് കോഫി പൗഡറാണ്. കോഫി പൗഡർ വളരെ നല്ലതാണ്. ഫേസിൻ്റെ നമുക്ക് സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു നാച്ചുറൽ ഫേസ് സ്ക്രബ്ബറാണ് കോഫി പൗഡർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ സ്ക്രബിന് പകരം വീക്ക്ലി വൺസ് സ്ക്രബ് ചെയ്യുന്നത് ഫേസിന് വളരെ നല്ലതാണ്. സ്ക്രബിന് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന മറ്റേ സ്ക്രബ്ബറിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് യു ക്യാൻ യൂസ് ദിസ് കോഫി പൗഡർ. നിങ്ങൾക്കത് കുറച്ച് ലെമൺ ജ്യൂസും ഇത്തിരി ഹണിയും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. എന്നിട്ട് മുഖത്തൊന്ന് സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് സ്ക്രബ്ബറാണ്. ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന മറ്റേ ക്രീം സ്ക്രബ്ബറിനെക്കാട്ടിലും ഒത്തിരി ബെറ്ററായിട്ട് എനിക്കിത് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഐറ്റംസ്. പിന്നെ ഈ കോഫി പൗഡർ വാങ്ങുമ്പോൾ നോർമൽ കോഫി പൗഡർ വാങ്ങുക. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിന് പകരം ഇതിന് ഗ്രാനുവലായിട്ട് തരി ഉണ്ടാവും. ഇൻസ്റ്റൻറ്റിന് അങ്ങനെ തരികൾ ഉണ്ടാവില്ല. അപ്പോൾ ഈ തരിയായിട്ട് കിടക്കുന്ന കോഫി പൗഡർ നിങ്ങൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയല്ല, ഇതിൻ്റെ കൂടെ 2 ഐറ്റം കൂടെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യും. ഞാൻ കാണിച്ചു തരാം. ഞാനതിൽ അല്പം കേട്, കട്ടത്തൈര്, ഞാനത് മിൽമയുടെ കട്ടത്തൈരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. പിന്നെ ഒരല്പം ഹണി, ഇത് പ്യുവർ ഹണിയാണ്. എനിക്ക് ഓഫീസിലൊരു കുട്ടി നല്ല അവരുടെ വീട്ടിൽ ഹണി മറ്റേ തേനിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് അവൾ കൊണ്ടുത്തന്നതാണ്. പ്യുവർ ഹണിയാണ്. പ്യുവർ ഹണി, ഇത് മാത്രമേ എൻ്റെ കയ്യിൽ പ്യുവർ, ബാക്കിയെല്ലാം ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയ ഐറ്റംസാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും വീട്ടിൽ ഫ്രഷ് ആയിട്ട് കിട്ടുന്നതുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ മഞ്ഞപ്പൊടി, കസ്തൂരി മഞ്ഞൾ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വീട്ടിലുണ്ടാക്കി പൊടിപ്പിക്കുന്നത് തന്നെ ആയിരിക്കും ബെറ്റർ. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്യുമ്പോൾ ഓവറായിട്ട് വാട്ടറേ പോകരുത്. ജസ്റ്റ് ഇതാ ഒരു ക്രീം ബേസ് പോലെ ഉണ്ടാവാതിരിക്കാൻ പാടുള്ളൂ. വാട്ടറായി പോയി കഴിഞ്ഞാൽ അത് മുഖത്തുനിന്ന് ഒലിച്ചായിട്ട് ഇറങ്ങും, പിന്നെ ആകെ ഡിസ്റ്റർബൻസ് ആവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഇറിറ്റേഷനൊന്നും ഉണ്ടാവില്ല. ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു മുഖത്ത് എല്ലായിടത്തും, കൺപുരികത്തിലും ഞാൻ പുരികൊഴിച്ച് ബാക്കി കണ്ണിൻ്റെ ചുറ്റിനും ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. എനിക്കിതേവരെ അതിൻ്റെ സൈഡ് എഫക്റ്റ്, ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, എനിക്കങ്ങനെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവാറില്ല. ഞാൻ കണ്ണിന് ചുറ്റും ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. എന്നിട്ട് ഒരു 20 മിനിറ്റ്സ് ഒരു ഫാനിൻ്റെ ചോട്ടിലൊക്കെ ഇരിക്കുക. ഇത് ഇടുമ്പോൾ എനിക്ക് ഫേസിന് നല്ലൊരു കുളിർമ തോന്നാറുണ്ട്. ഫേസിന് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാറുണ്ട്. ഡൾനെസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറാറുണ്ട്. പിന്നെ ടാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറുന്നു. ഈ ഒറ്റ തവണ അപ്ലൈ ചെയ്യുമ്പോഴേക്കും മാറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫേസ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഞാൻ ഈ ഐബ്രോസ് വെച്ചിട്ട് ബാക്കി മുഖത്ത് കംപ്ലീറ്റ് അപ്ലൈ ചെയ്യാറുണ്ട്. പറ്റുകയാണെങ്കിൽ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാം. എനിക്ക് നെക്കിൽ അപ്ലൈ ചെയ്യുന്നത് ഇഷ്ടമല്ല, ബിക്കോസ് എൻ്റെ ഡ്രസ്സിലൊക്കെ ആവും. അപ്പോൾ പിന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അധികം സംസാരിക്കരുത്. ഞാൻ ലിപ്സിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പോഴുള്ള എന്തെങ്കിലും സൈഡ് ടാനിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. പിന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് സംസാരിക്കരുത് ഫാനിൻ്റെ ചോട്ടിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം. ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഉണങ്ങും. എന്നിട്ടത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് കിടക്കുന്നതിന് മുമ്പ് പറ്റുകയാണെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ ഐസ് വാട്ടർ വെച്ചിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ്നെസ് ആയിരിക്കും. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.